പ്രശാന്ത്, 2027 രാജ്യത്ത് രാഷ്ട്രീയമായിട്ട് വലിയ സംഭവവികാസങ്ങൾ ഉണ്ടാകും. പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിൽ അതിപ്രധാനമായിട്ടുള്ള ഒരിടമാണ് ഹിന്ദി ഹൃദയഭൂമിയായ UP, ഉത്തർപ്രദേശ്. UP ആര് പിടിക്കുന്നോ അവരായിരിക്കും രാജ്യം ഭരിക്കുന്നത് എന്ന് നമ്മൾ പണ്ടേ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അത് ശരിയാണ് താനും. അവിടെ ഇപ്പോൾ ഈ UP എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് BJPയുടെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷം മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ 2029 രാജ്യത്ത് അധികാരം പിടിച്ചെടുക്കാമെന്നൊക്കെ ചിലർ സ്വപ്നം കാണുന്നുണ്ട്. ഇതൊക്കെ യോഗി നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവരുടെ ഈ നീക്കം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തനവും തുടങ്ങിക്കഴിഞ്ഞു. യോഗി എന്തായിരിക്കും UP സംഭവിക്കുന്നത്? 8 മാസമുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പം യോഗി അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇന്നലെ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് UP മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടോ കാണുന്നില്ല. അത് 8 മാസമാണ് ഇനി ഉള്ളത്. അപ്പം 8 മാസത്തിനപ്പുറം അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്നലെ ക്യാൻബാർ യാത്ര അറിയാമല്ലോ, വലിയ യാത്ര, വലിയ പ്രശ്നം. അത് 4 കോടി ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം അതിന് പുറത്ത് പുഷ്പവൃത്തി നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇത് തുടങ്ങിയിരിക്കുന്നത്. അതായത് UP സംബന്ധിച്ചിടത്തോളം സാർ പറഞ്ഞതുപോലെ 2027 തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തന്നെയായിരിക്കും ഒരുപക്ഷെ 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം UP തെരഞ്ഞെടുപ്പിന് മുമ്പ് കർഷക സമരം അവിടെ ഒരു കുഴപ്പമുണ്ടാകുമോ എന്ന് പോലും വിചാരിച്ചാണ് ഇപ്പം നമ്മൾ പിറകോട്ട് നടന്നതുപോലെ, അന്ന് മോദി ഒന്ന് പിറകോട്ട് നടന്നതുപോലെ നമുക്ക് തോന്നിയത്. കർഷക സമരം അന്ന് പിൻവലിച്ചില്ലേ, അല്ലെങ്കിൽ ഒരു കൊല്ലം. അപ്പോൾ UP അതിന് സ്വാധീനം ചെലുത്തുമോ? അതിനൊരു പരീക്ഷണത്തിന് പോലും BJP തയ്യാറല്ല. UP പോലെ ഒരു സ്റ്റേറ്റ്. UPയുടെ ഒരു പ്രത്യേകത എന്താണ്? UPയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 10 കൊല്ലം തുടർച്ചയായിട്ട് യോഗിയുടെ ഗവൺമെന്റ് ഭരിക്കുന്നതിന് മുമ്പുള്ള കാലം അത്രയും നോക്കുമ്പോൾ രാഷ്ട്രപതി ഭരണം വന്ന കാലമില്ലേ? 5 കൊല്ലം തുടർച്ചയായിട്ട് അവിടെ ഭരിച്ചിരുന്ന കാലമൊക്കെ വളരെ വിരളമാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കയ്യിലിരുന്നാൽ പിന്നെ മുഖ്യമന്ത്രിമാരെ കാലാകാലങ്ങളിൽ മാറ്റി മാറ്റി തീരുമാനിച്ചു പോകുന്ന ഒരിടം. അത്രയ്ക്ക് ജാതി രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ഉള്ളതും ജാതി പാർട്ടികൾ ഏറ്റവും കൂടുതൽ ഉള്ളതിലും അവർക്ക് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിലെ ഏതാണ്ട് മണ്ഡലങ്ങളിൽ സ്വാധീനിക്കാൻ കഴിയുന്നത്. നേരത്തെ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ലോക്സഭാ ഇലക്ഷൻ വരുന്ന സമയത്ത് 14,000 ജാതി പാർട്ടി ഉണ്ട്. അവസാനം അതിനകത്ത് നിയമപരമല്ലാത്തതെല്ലാം നിരോധിച്ച് ഇപ്പം 450 വരുന്ന ജാതി പാർട്ടികളുണ്ട്. സാറേ, ഇതിനകത്ത് UP 400 സീറ്റ് വരുന്നുണ്ടല്ലോ. അതിനകത്ത് ഏറ്റവും കുറച്ച് പരിശോധിച്ചാൽ പോലും 80-90 സീറ്റുകൾക്കകത്ത് വരുന്നത് 500-1000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആരായാലും ജയിക്കുന്ന ഇടമുള്ളിടത്ത്. അപ്പം ഏതാണ്ട് അത്രയും MLA-മാരെ തീരുമാനിക്കുന്ന ഇത്രയുമാണ്. ഈ ജാതി പാർട്ടികൾ എന്ന് പറഞ്ഞാൽ 10, 3000, 2000 വീതം വോട്ടുള്ള പാർട്ടികളാണ് ഇതൊക്കെ. ഇത് നമ്മൾ കുറച്ച് കാണാൻ പറ്റത്തില്ല ഇവിടുത്തെ കൂട്ട്. അവിടെ ഈ പാർട്ടികളെയൊക്കെ ഏത് ഭാഗത്ത് ഇരിക്കുന്നോ ചില നിയമസഭാ മണ്ഡലങ്ങളിൽ അവരുടെ വോട്ട് കൊണ്ട് അവിടുത്തെ MLA, MP ഒക്കെ തീരുമാനിച്ച് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം അത് യോഗിയുടെ ഭരണം കഴിഞ്ഞ 10 കൊല്ലം ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചർച്ച ഇപ്പോൾ പലപ്പോഴും അവിടുത്തെ ഈ ക്രമസമാധാന പാലനത്തിനകത്തും കേന്ദ്രത്തിന്റെ കാര്യങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് വരെ എത്തിക്കുന്നതിനും അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനും സംസ്ഥാനത്തിന്റെ ഈ പറയുന്നത് പോലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനും അകത്തും എല്ലാം അദ്ദേഹം വളരെ കൃത്യമായിട്ട് നല്ല മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുമ്പോൾ പോലും അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ജാതി സമവാക്യങ്ങൾ അവിടെ ഉണ്ട്. അത് തന്നെയാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം. മാത്രമല്ല, സമാജ്വാദി പാർട്ടിയുടെ ഈ പ്രാവശ്യം കൂടി തോറ്റാൽ അവസാന ആണിയാടിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ അയോധ്യയിൽ ഇപ്പോഴേ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം വാർത്ത ഉണ്ടായിരുന്നു. ഇന്ത്യ മുന്നണി അവിടെ അത്രത്തോളം ശക്തമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇപ്പൊ തന്നെ അതിനകത്ത് പ്രശ്നങ്ങളാണ്. ഈ പറയുന്ന സാറേ, ഈ സമാജ്വാദി പാർട്ടിക്ക് അത് ഭയങ്കര മുറുമുറുപ്പ് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചിരുന്നത് ഈ ലോക്സഭാ സമ്മേളനത്തിനകത്ത് 3-2 ഭൂരിപക്ഷത്തിൽ MLA-മാരുടെ MP-മാരുടെ ഒരു എണ്ണത്തിനകത്ത് സമാജ്വാദിയുടെ പാർട്ടിയുടെ പിളർപ്പും കൂടി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് ഇനിയും സംഭവിക്കുമോ? ഇതുവരെ സംഭവിച്ചില്ല. അതിനകത്ത് അതേ രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ അവിടെ. അപ്പൊ അയാളുടെ ജീവൻ മരണ പോരാട്ടമാണ്.
അയാളുടെ സ്വന്തക്കാരന്റെ ഒരു പാർട്ടിയാ, സ്വന്തം പാർട്ടിയാ, വീട്ടുകാരന്റെ പാർട്ടിയാന്ന് പറഞ്ഞാൽ തീർന്നു. ഈ ലാലു പ്രസാദ് യാദവിനൊക്കെ സംഭവിച്ചതുപോലെ, അല്ലെങ്കിൽ മമതാ ബാനർജിക്ക് സംഭവിച്ചതുപോലെ ഈ ഇലക്ഷൻ കൂടി പറയുന്ന യോഗി അധികാരത്തിൽ വന്നാൽ, യോഗിയുടെ കയ്യിൽ BJPയുടെ നിയന്ത്രണത്തിൽ അവിടെ അധികാരത്തിൽ വന്നാൽ തീർന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ വേറെ കാര്യം കൂടെ ഉണ്ട്. അവിടെ ഇതൊക്കെ പറയുമ്പോഴും ഗുജറാത്ത് മോഡലിൽ തന്നെയാണ് നരേന്ദ്രമോദി ഇരുന്നപ്പോൾ, അതേ മോഡലിൽ തന്നെയാണ് ഒരു ഹിന്ദുത്വ അജണ്ട മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ബാക്കിയുള്ള സമുദായങ്ങളെയും ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്ന കേൾക്കുന്ന രീതിയിലും ആ അവസ്ഥയിലും കൊണ്ടുപോകുന്നുണ്ട്. മുസ്ലിം സമുദായമൊക്കെ പുള്ളിയുടെ കൂടെ. ഇപ്പൊ തന്നെ ഈ ക്യാൻവാർ യാത്രയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന മുസ്ലിം ഇടങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ കടകളുടെ ഭക്ഷണത്തിന്റെ പ്രശ്നവും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇറച്ചിയുടെ വെള്ളം അവിടെ ദേഹത്തൊഴിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് വലിയ സെക്യൂരിറ്റിയാണ് കൊടുത്തേക്കുന്നത്. കാരണം അതിനകത്ത് പങ്കെടുക്കുന്ന മൊത്തം ആൾക്കാരുടെ ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ട്. അതുപോലെ ഡ്രോൺ ഉൾപ്പെടെയുള്ള നിരീക്ഷണവും മറ്റ് ഏറ്റവും ഹൈടെക് നിരീക്ഷണം. ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി, പ്രശ്നം ഉണ്ടാക്കിയാൽ അതിനകത്ത് വേറെ ഗുണങ്ങളുണ്ടാവും. അതേപോലത്തെ ഒരു അവസ്ഥയാണല്ലോ ഇപ്പൊ 8 മാസം കഴിയുമ്പോഴത്തേന് ഇലക്ഷൻ ഉള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ മുസ്ലിങ്ങളുടെ വലിയൊരു ആഘോഷം ഇപ്പൊ നടക്കുന്നുണ്ട്, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷം. മോദിയെ ചെന്ന് പറഞ്ഞപ്പോൾ ഈ ക്യാൻവാർ യാത്ര കഴിഞ്ഞിട്ട് മതി ആഘോഷം, പള്ളികളിലെ മറ്റും മാറ്റിവെക്കുന്ന രീതിയിലേക്കൊക്കെ പോകും. അപ്പോൾ അതേ രീതിയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതായത് ഈ പറയുന്ന പ്രാവശ്യം എവിടെ ഇലക്ഷന് മുമ്പേ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഇപ്പൊ 2-3 ആഴ്ച വരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നല്ലോ, ഏറ്റവും വലിയ വലിപ്പത്തിൽ അടുത്ത ഇലക്ഷൻ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു മുദ്രാവാക്യവും അല്ലെങ്കിൽ ഒരു പ്രചരണവുമായിരുന്നു അയോധ്യയുടെ വിഷയം അവിടെ വന്ന് കണ്ടായിരുന്നോ? അയോധ്യയിൽ ഈ പറഞ്ഞതുപോലെ വലിയ കൊള്ള നടന്നു. അല്ല, ആ വിഷയം അവർ ഉന്നയിക്കും. അല്ല, ഞാൻ പറയുക, കൊള്ള നടന്നു, അതിനകത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു, അല്ലെങ്കിൽ RSSും VHPയും ഈ ഹിന്ദു സംഘടനകളും ഒക്കെയാണ്. ഇത് ട്രസ്റ്റിന്റെ ഭാഗം, ഗവൺമെന്റ് ഭാഗം പോലുമല്ല. അതിനകത്ത് ഈ പറയുന്ന ആക്ഷേപമൊക്കെ വന്നിട്ട് അതിനകത്ത് അന്വേഷണം പ്രഖ്യാപിച്ച് അന്വേഷണത്തിനകത്തുനിന്ന് വളരെ സ്പീഡിൽ തന്നെ SIT അതിന്റെ നിജസ്ഥിതികൾ ഓരോ ഇടത്തും പരിശോധിച്ച് അതിന്റെ കണക്കും കാര്യങ്ങളും അവിടെ വന്ന ആക്ഷേപങ്ങളുടെ നിജസ്ഥിതിയും ഒക്കെ പരിശോധിച്ചപ്പോൾ ഈ പറയുന്ന ആക്ഷേപങ്ങൾ വലിയ രീതിയിലൊന്നും അവിടെ നടന്നിട്ടില്ല. അവിടെ ഗവൺമെന്റിന് ഇപ്പൊ ധനലക്ഷ്മി ബാങ്ക് ആണെന്ന് തോന്നുന്നു ശബരിമലയിലെ നോട്ടെണ്ണിന്റെ, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ അക്കൗണ്ട്, അവരാണ് അവിടുത്തെ നോട്ടെണ്ണുന്നതും അതിന്റെ കാര്യങ്ങളും ദേവസ്വം ബോർഡിന്റെ ബാങ്ക് തന്നെയാണ്, അത് ബാങ്ക് തന്നെ. അപ്പൊ ഇവിടെയും ഈ നോട്ട്, ഈ പണ്ടാരത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ നോട്ടിന്റെ അതിന്റെ എണ്ണവും അല്ലെങ്കിൽ ഡെയിലിയുള്ള മറ്റു കാര്യങ്ങളും അവിടെ ചില ബാങ്കുകൾക്ക് കൊട്ടേഷൻ തന്നെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അവിടെ നടന്ന കാര്യങ്ങൾക്കകത്തും അഴിമതിക്കകത്തും ശരിക്കും പറഞ്ഞാൽ ട്രസ്റ്റിന് ബന്ധമില്ല. എന്നാൽ പോലും അങ്ങനെ ബന്ധമുള്ളെന്നുള്ള രീതിയിൽ ആ അമ്പലം പണിഞ്ഞതും ഈ അമ്പലത്തിന്റെ പുറകിൽ നടക്കുന്നതും ഒക്കെ ഇതുപോലെ BJPക്കാരന്റെയും RSSകാരന്റെയും കൊള്ളയാണ്. അതിനുവേണ്ടിയാണ് അമ്പലം പണിയുന്നത്. അതുകൊണ്ട് ഈ അമ്പലം പണിഞ്ഞത് വലിയൊരു മഹാത്മ്യമായിട്ടോ വലിയൊരു കാര്യമായിട്ടോ, ഹിന്ദി ഹൃദയഭൂമിയിൽ രാമനും അവർക്കുള്ള സ്വാധീനവും ഒക്കെ വലിയ വലിപ്പത്തിലുള്ളപ്പോൾ അത് മോശമാക്കുന്നതിന് വേണ്ടി ഉള്ളൊരു കാര്യം മാത്രവുമല്ല, വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പ്രാവശ്യം കൂടി യോഗി വീണ്ടും അവിടെ അധികാരത്തിൽ വന്നാൽ അടുത്ത പ്രധാനമന്ത്രി യോഗി ആകുമോ എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് അടുത്ത പ്രധാനമന്ത്രി ഒരുപക്ഷെ മോദി മാറിയാൽ മോദി മാറാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. മാറിയാൽ അടുത്തത് ഇന്ത്യക്ക് വേണ്ടത് യോഗിയാണ്. അയാൾ വരുന്നത് ഇതിനെക്കാട്ടിൽ വലിയ വലിപ്പത്തിൽ ഇവിടെ ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യാവിരുദ്ധ ശക്തികളെയും ഇന്ത്യ തകർക്കാൻ നിൽക്കുന്നവരെയും കൈകാര്യം ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ഒരാളാണ്. അത്തരത്തിലുള്ള ആളായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നു UP എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രചരണം ഉണ്ട്. അപ്പം ഇത് അദ്ദേഹത്തിന് ഒരു പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ഉയർച്ചയ്ക്ക്, ഇത് 2027 വീണ്ടും മുഖ്യമന്ത്രിയാകാൻ യോഗിക്ക് അവിടെ സാധിച്ചാൽ ആ 29 ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും യോഗി ആകുമോ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഏതായാലും അടുത്ത 29 അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഇലക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഗതിയെ തന്നെ തീരുമാനിക്കുന്നത്, ഒരുപക്ഷെ ഇന്ത്യ മുന്നണി ഈ ഇലക്ഷനകത്ത് അവർ തോറ്റു കഴിഞ്ഞാൽ ഇല്ലാതാകുന്ന ഒരവസ്ഥ, മറിച്ച് BJPക്കാണ് സംഭവിക്കുന്നത്. BJPക്ക് തകർച്ച ഉണ്ടാകാൻ പറ്റുന്ന ഒരവസ്ഥ. എല്ലാ ഗതികളും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഇലക്ഷനായിട്ട് UP ഇലക്ഷൻ മാറുന്നു. അത് വലിയ കരുതലോടും അതേ രീതിയിൽ ഗൗരവത്തോടും യോഗി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതിന് ഒരുപക്ഷെ ഇന്നലെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.